ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. കരളിലെ തടവറയിൽ വേറെ ലവ്ലിയെ കുണ്ടുമല്ലിയെ ലവ് യു സൊല്ലടി അടവണ്ട് നാങ്ക നടിപൊട്ട് തടപോട നീങ്ക ഗവർമെന്റ് തടാ വല്ലിനം വാർന്നു കണ്ടേ വല്ലിനം വെളിയിൽ കണ്ടേ ചന്ദ്രന്റെ ചന്തമായി മാനറിഞ്ഞ് ലോക മലയാളി കുടുംബ സദസ്സിന് കാഴ്ചയുടെ വർണ്ണോത്സവം പകർന്ന് പാട്ടിന്റെ ഉത്സവ മേളക്കുഴുപ്പിനിതാ തിരിതെളിയുകയായി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മ്യൂസിക് ഉത്സവിലേക്ക് സ്നേഹസ്വാഗതം. രാഗവസന്തം വിരിയിച്ച വർണ്ണശലഭ കൂട്ടിലേക്ക് നമ്മുടെ സ്വന്തം ഇന്നസെന്റ് അങ്കിളിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. കുറുന്നുപാട്ടും വർണ്ണ കാഴ്ചകളും വിരിഞ്ഞിറങ്ങിയ ആലാപന മധുരത്തിന്റെ വർണ്ണസന്ധ്യയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് സിനിമകളിലൂടെ ചിരിക്കാഴ്ചകളും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജു അങ്കിൾ. വെൽക്കം രാജു അങ്കിൾ. ലോക മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകന് മ്യൂസിക് ഉത്സവിലേക്ക് സ്നേഹസ്വാഗതം. വെൽക്കം ദീപു അങ്കിൾ. മധുര ഗാനങ്ങളിലൂടെ മലയാള മനസ്സിൽ കുടിയേറിയ പ്രിയപ്പെട്ട പാട്ടുകാരൻ നമ്മുടെ സ്വന്തം ഹാഫ്സലിക്ക. വെൽക്കം. കുഞ്ഞുപാട്ടിന്റെ ഉത്സവ മേളത്തിൽ കുട്ടിക്കുറുമ്പുകളോട് കൂട്ടുകൂടാനെത്തുന്നു നമ്മുടെ സ്വന്തം പക്രുചേട്ടൻ. വെൽക്കം. സർഗവിരുന്നിന് ചന്തമേകാൻ ഇനി ഒരു അടിപൊളി പെർഫോമൻസ് കാണാം. സോ വെൽക്കം. ये बंधन है प्यार का देखो टूटे न सजना, ये जन्मों का साथ है देखो छूटे न सजना, उठने लगे है तूफान क्यों मेरे सीने में सनम, तुम्हें चाहूंगी दिलो जान से मेरे जाने जा तेरी कसम, ये हंसी वादियाँ ये खुला आसमां, आ गए हम कहाँ है मेरे साजना, इन बहारों में दिल के कले खिल गए, मुझको तुम जो मिले हर खुशी मिल गए, तेरे होठों पे है हुस्न की बिजलियाँ, तेरे गालों पे है जुल्फ की बदलियाँ, तेरे दामन की
खुशबू से महके चमन, संगे मरमर के जैसा ये तेरा बदन। मेरे जाने जा मैं तेरी चांदनी, छेड़ लो तुम आज कोई प्यार की रागिनी। ഹൃദയം കവരും സംഗീത മധുരവുമായി നമ്മുടെ തേക്കുട്ടനും ഒപ്പം വൈകക്കുട്ടിയും എത്തുന്നു. വെൽക്കം. ലാസ്യമാർന്നണ
പൊഴിയും തേജസ് ആൻഡ് വൈഗ നികേഷ്, നിങ്ങൾ രണ്ടുപേരും ഈ പാട്ട് പാടിയത് ശരിക്കും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കാണാൻ. തേജസിന്റെ ഒരു പ്രൊഫഷണലിസം കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ത് റിലാക്സ്ഡും എന്ത് കൂളായിട്ടാ, സൂപ്പർബായിരുന്നു കേട്ടോ കണ്ടോണ്ടിരിക്കാൻ. തേജസിന്റെ കൂടെ നമ്മുടെ വൈഗ മോള് നിന്ന് കഴിഞ്ഞപ്പോൾ വൈഗയും അങ്ങ് വളരെ കംഫർട്ടബിൾ ആയി. വൈഗയുടെ പേടിയൊക്കെ അങ്ങ് പോയില്ലേ ഇപ്പം? ായിരുന്നു. നല്ല പാട്ട്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 80s മ്യൂസിക് വളരെയധികം ഓർമ്മ വരും. 2021 80s മോഡൽ ഒരു കോമ്പോസിഷൻ വന്ന് അത് ഉഗ്രനായിട്ട് പാടി അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. തേജസ്, വൈഗമോൾ രണ്ടുപേരും നല്ല ജോഡി. ഇങ്ങനെ നിന്ന് പാടുമ്പം ശരിക്കും ഒരു സിനിമയിലെ ഒരു ഗാനരംഗത്തിലെ നായകനും നായികയും കൂടെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് പാടുന്ന ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല എൻജോയ് ചെയ്ത് സൂചിച്ച് രസിച്ച് പാടുകയുണ്ടായി. നന്നായിട്ട് പാടുകയും ചെയ്തു. ഈ പാട്ട് തിരക്കഥ എന്ന സിനിമയിലാണ് രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തത്. ഞാനും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിൽ അഭിനയിക്കുന്നത് പ്രിയാമണിയായിരുന്നു. പ്രിയാമണി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയാമണിയുടെ ഒരു തമിഴ് പടം ഞാൻ കണ്ടു അടുത്ത കാലത്ത്. ഞാൻ പറഞ്ഞു ആ പടത്തിലെ അഭിനയത്തിന് തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് കിട്ടും. അപ്പോൾ ഓടി ഒന്ന് പറഞ്ഞു, അയ്യോ ചേട്ടൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ പ്രിയാമണിക്കാണ് കിട്ടിയിരിക്കുന്നത് നാഷണൽ അവാർഡ്. പരുത്തി വരാൻ ആ സിനിമ ഭയങ്കരമായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ പിൽക്കാലത്ത് കണ്ടപ്പോൾ അവർ ഓടി ഒന്ന് പറഞ്ഞു, രാജചേട്ടൻ പറഞ്ഞത് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തേജസ്സും വൈകും തീപ്പെട്ടിക്കൊള്ളിയോളം ഉള്ളൂ. പാട്ട് കേട്ടാൽ തോന്നും ഉണ്ണിയാർച്ചയാണ്. രണ്ടാളും, ഒരാൾ ആരോമൽ ശാഖ പോലെ, അവൻ എന്തായാലും നന്നായിട്ട് പാടി. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രണ്ടാളും മോനെ തേജസ്, തേജസും വൈകയും സൂപ്പറായിരുന്നു, ഗംഭീരമായിട്ട് പാടി. പിന്നെ തേജസിനെ പറ്റി എന്താ പറയുന്നൊന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ സീസണിൽ തേജസ് എന്തായിരുന്നു, അത്ര ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നു. തേജസ് അക്ഷരാർത്ഥത്തിൽ കത്തി കയറുകയായിരുന്നു. തേജസ് ഗംഭീരമായിട്ട് പാടി. മോളെ ജഡ്ജസ് സാറ് ദീപക് ദേവ്ജി അദ്ദേഹം പറഞ്ഞത് എന്താ, ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ പേടി മാറിയില്ലേ? ഞാൻ വന്നോണ്ടാ. കാരണം ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോ നേരത്തെ ഒക്കെ പേടിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു കൊച്ചൊക്കെ ഇരിക്കുമ്പോ കുഴപ്പമില്ലല്ലോ, പേടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എന്തിനാണ് നമ്മളെ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ പാട്ടല്ലേ ഉള്ളത്, ഒന്ന് തകർക്കുക. തേജസ്, ഞാൻ തേജസിന്റെ പാട്ടിന്റെ ഒരു ആരാധകനാണ് കേട്ടോ. അപ്പോ ഫൈനലാന്ന് തോന്നുന്നു പാടി ഒരു പാട്ട് പാടില്ലേ, മാനെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, നല്ല സ്റ്റൈലായിട്ട് സ്വരങ്ങളൊക്കെ വെച്ചിട്ട്. ചേട്ടന് വേണ്ടി അതിന്റെ ഒരു 4 വരി പാടിത്തരാമോ? ഞാൻ ഒരു കാര്യം എന്നോട് പറയാണ്, ഈ കുട്ടിയോട് ഇന്ന് പറയാണ്, എനിക്കുള്ള സത്യം പറഞ്ഞില്ല എനിക്ക് വിഷമമായി. ഈ കുട്ടി പറയാണ് മാന എന്നുള്ള പാട്ട്, മാന്റെ പാട്ടിനോടുള്ള താല്പര്യല്ലേ അയാൾക്ക്, മാന്റെ ഇറച്ചി ഭയങ്കര ഇഷ്ടത്ര, അതിനു വേണ്ടി പാടി. അത് പറയരുത് മോളെ. അല്ല, എനിക്ക് ആ ചേട്ടൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പറയും. ഞാൻ കൂടുതല എന്നും ഇവിടെ ഏത് ഗസ്റ്റ് വന്നാലും നമ്മുടെ മ്യൂസിക് ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പിടിച്ച് അടുത്തിരുത്തും. എന്നിട്ട് സ്വന്തം എന്നോട് ഓരോന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയും, ഈ കുട്ടി പറഞ്ഞത് വല്ലോ നിങ്ങൾ കേട്ടോന്ന്. അങ്ങനെ സംഭവിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നറിയാലോ സത്യം എന്താന്നുള്ളത് തന്നെ താൻ ആലോചിച്ചിട്ട് വെച്ചോളൂ. ആയിക്കോട്ടെ. ഹൃദയ സംഗീതത്തിന്റെ വിസ്മയ വിരുന്നിലേക്ക് ഒരു മനോഹര ഗാനവുമായി പ്രിയപ്പെട്ട ഗായകരിത എത്തുന്നു. വെൽക്കം.
സോണിയ ആൻഡ് അഫ്സൽ, ഈ പാട്ട് ആക്ച്വലി റൺവേ എന്നുള്ള പടത്തിലല്ലേ? ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരു സെൻസേഷൻ ആയിരുന്നു ഈ പാട്ട്. വളരെ മോഡേൺ ബീറ്റ്സും സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്കും എല്ലാം വന്നപ്പോൾ അത് ആ ഒരു ട്രെൻഡ് സെറ്റിംഗ് സോങ് തന്നെയായിരുന്നു ഇത്. ഇപ്പോഴും ഷാബ ഷാബ എന്ന് നിങ്ങൾ പാടുമ്പം ഞാൻ നോക്കുകയായിരുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഷാബ ഷാബ എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ കൂടെ ഗ്രൂവയാണ്. അപ്പോൾ ആ പാട്ട് അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. സോണിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ട് സോണിയ വളരെ പോപ്പുലർ ആണ്. സോണിയ പാടി വന്ന സോണിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു ട്രീറ്റ് ആയിരുന്നു ഇന്നത്തെ സോണിയുടെ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. പിന്നെ സോണിയ എനിക്ക് തോന്നുന്നു തമിഴിൽ പാടിയിട്ടുണ്ട് അല്ലേ? തമിഴിൽ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് പാടുന്നത് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ മൂവിയിലെ ജലശയിൽ എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു. അതിൽ 2 സോങ് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ യുവൻ ശങ്കർ രാജ സാറിന് തമിഴിൽ പാടിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. യുവൻ ശങ്കറിന് വേണ്ടി പാടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സിംഗേഴ്സ് മാത്രമേ യുവൻ ശങ്കർ വിളിക്കാറുള്ളൂ. അപ്പം അത് തന്നെ നമുക്ക് ശരിക്കും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിംഗേഴ്സ് ഒരാൾ അവിടെ പോയി യുവന്റെ കൂടെ പാടി എന്നുള്ള കാര്യം. എന്തായാലും സൂപ്പർബ് സിംഗിങ് സോണിയ, വളരെ ഇഷ്ടപ്പെട്ടു. ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. സ്വരവസന്ത സന്ധ്യയിൽ കുഞ്ഞു പാട്ടിന് മധുരമേകിയ മിടുക്കി നമ്മുടെ സ്വന്തം ദേവ്നക്കുട്ടിയും ഒപ്പം മിഥുൻ ചേട്ടനും.
ദേവനശ്രീയാ? ദേവനശ്രീയുടെ കൂടെ ഇന്ന് ആരാ പാടിയത്? മിഥുൻ ചേട്ടൻ വൈറലി ഒരു ഹീറോ ആണ് ആള്. മതിയായി എന്നുള്ളൊരു ആൽബത്തെ കുറിച്ചാണ് ഇട്ടത് അല്ലേ? അതെ, മതിയായി. ആ ആൽബത്തിൽ എങ്ങനത്തെ പാട്ടുകളാണ്? ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ട്രാപ്ഡാണ് ബേസിക്കലി. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു അനിയനും കൂടി ചെയ്തതാണ്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന ഈ ഫ്രസ്ട്രേഷനിലൂടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സോങ് ആണ് ബേസിക്കലി. അത്രേ ഉള്ളൂ. ഫ്രസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അതിൽ നിന്നൊരു മോചനം കിട്ടാനുള്ള പാട്ടാണ്. മോചനം കിട്ടാനുള്ള പാട്ട്. അത് എഴുതിയത് എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എഴുതിയതാണ്. ആണോ? ആരാ ഞാനെന്നറിയില്ല, പുറത്തെന്താ ഒന്നും അറിയില്ല, ഫുൾ ഓൺ ടാക്കായ ലൈഫായി, ജീവിതം മുഴുവനും പോക്കായി, ആരോടും ഒന്നും പറഞ്ഞില്ല, പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കാണാൻ ഷോസ് ഒന്നും ബാക്കിയില്ല, പഠിക്കാൻ നോക്കിയാൽ നടക്കില്ല. I don't feel nothing anymore. For what's around me, just letting you know. Sleeping like a bag, cause I can't lie no more. I've been eating till I wake up in the evening or in the morning, I don't know. എനിക്ക് മതിയായി, ലോകം തന്നെ മതിയായി, ജീവിതം മുഴുവനും മതിയായി, ഈ ലോക്ക്ഡൗൺ കാലം മതിയായി. എനിക്ക് മടിയായി, ഓ എനിക്ക് പണിയായി, രാവും പകലും മതിയായി, ജീവിതം കട്ടപ്പുകയായി. മ്യൂസിക് ഉത്സവത്തിൽ വന്ന് നമ്മളുടെ ദേവന മോളുടെ കൂടെ പാടിയതിന് താങ്ക് യു സോ മച്ച്. പിന്നെ മിഥുന്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒറിജിനൽ സോങ്ങിൽ കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ അതേ ടെക്സ്ചറാണ് മിഥുന്റെ ശബ്ദം. ശ്രീകുമാറിന്റെ ശബ്ദത്തിന്റെ അതേ ഒരു സാമ്യം തോന്നി കേട്ടപ്പം. അപ്പൊ എന്തായാലും വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയും നല്ല പാട്ടുകൾ ഉണ്ടാക്കുക. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യാം. ഞങ്ങളൊക്കെ ഉണ്ട് ഫോളോവേഴ്സായിട്ട്. മിഥുനെ കുറിച്ച് ധാരാളം ഇങ്ങനെ സംസാരിക്കുന്നതാണ് വീട്ടിൽ. മോൻ അവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാരായിട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സംഭവം. എന്തായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി തന്നെയുള്ള കഴിവുകളെ കണ്ടെത്തി ഫ്ലവേഴ്സ് കൂടെ കൊണ്ടുവരുന്നത് വലിയ കാര്യമാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ ജനങ്ങൾ നേരിട്ട് അവരെ ഒന്ന് ജീവനോടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത് ഇത് കിട്ടിയത് നല്ലൊരു അവസരമായിട്ട് തോന്നുന്നില്ല ഇങ്ങനെ വന്നത്. അതും ദേവന മോളുടെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടില്ലേ, ആളിത്രയേ ഉള്ളൂ, എന്തൊക്കെ സംഭവങ്ങളാ വരുന്നത് കണ്ടില്ലേ. ഈ പ്രായത്തിൽ ഈ ചെടിയായപ്പോ ഇങ്ങനെ ഇത് മരമാവുമ്പോ എന്തായിരിക്കും മിഥുനൊന്ന് ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മള് നന്നായിട്ട് പാടി, അതില് മിഥുനും നന്നായിട്ട് പാടി കേട്ടാ. അസലായി പാട്ട്. പിന്നെ ഈ പാട്ടിന്റെ കൂടെ ഈ ചെറിയ ഈ കുട്ടീനെ കൊണ്ട് നിർത്തി അവളിതിങ്ങനെ ആടി 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 അതിന്റെ കൂടെ നിന്ന് പാടുകയാണ്. അസലായിട്ട് പാടി. കണ്ണിൽ കാഴ്ചയുടെ വർണ്ണ പൊടിപൂരം വിരിയിക്കാൻ ഇതായെത്തുന്നു നമ്മുടെ സ്വന്തം കുട്ടിക്കുറുമ്പുകൾ. വെൽക്കം.
ഈ പാട്ട് കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷം. കാരണം ഇത് ഇന്ത്യൻ എന്ന് പറയുന്ന പടത്തിലെ പാട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഇപ്പൊ നമ്മൾ കേട്ടില്ലേ ഇതിന്റെ തുടക്കത്തിലെ കുറെ എന്ന് പറയുന്ന സംഭവമൊക്കെ, അതുപോലത്തെ വോയിസസ് ഒക്കെ അന്നത്തെ ഇന്ത്യൻ സോങ്സിൽ അങ്ങനത്തെ സംഭവം ഒന്നും ആരും കേട്ടിട്ടില്ല മുമ്പേ. ഈ സാമ്പിൾസ് യൂസ് ചെയ്ത് പാട്ടിനെ പുതിയൊരു ഡയമെൻഷൻ കൊണ്ടുവരിക. അങ്ങനത്തെ ഇതിന്റെ ബീറ്റുകൾ ബീറ്റ് ശ്രദ്ധിച്ചാലും അറിയാം ഇത് നോർമലി നമ്മൾ അതുവരെ കേട്ടു വന്ന ടൈപ്പ് പാട്ടിന്റെ ഫോർമാറ്റിനെ എല്ലാം പൊളിച്ചിറക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണ് അത്. ഈ പാട്ട് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ റഹ്മാൻ സർ കൊണ്ടുവന്നതെല്ലാം ഇങ്ങനത്തെ ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളിത് കേൾക്കുന്ന സമയത്തും അന്ന് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഒരു ബ്രീസ് ഇല്ലേ മ്യൂസിക്കിന്റെ, നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനും കൂടി പറ്റിയതിൽ വളരെയധികം സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ. ഈ പാട്ട് പാടി വലിപ്പിക്കുക എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പാടുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണട ശ്രദ്ധിച്ചു, രണ്ടും ഒരാൾ പാടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കര വോയിസ് സിമിലാരിറ്റിയും കൂടെ ഈ പാട്ടിനുണ്ടായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റെപ്സും ഒക്കെ നന്നായിരുന്നു. രണ്ടുപേരും നല്ല ഊർജ്ജസ്വലരായിട്ട് പാടിയിട്ടുണ്ട്. പാട്ടിന്റെ സെലക്ഷൻ അത് തന്നെ ബെസ്റ്റാണ്. കാരണം എവിടെ വെച്ച് പാടിയാലും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു പ്രത്യേക ഇതാണ്. ആദ്യമായിട്ട് കേട്ട എനിക്ക് ഇപ്പോഴും
ഭയങ്കര രസമല്ലേ അത് കേൾക്കുമ്പോൾ. അപ്പൊ പെട്ടെന്ന് എങ്ങനെ എനിക്ക് ഇതിങ്ങോട്ട് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഗുണം കൊണ്ടാണ് സെലക്ട് ചെയ്തത്. പാട്ട് ഗംഭീരമായി. താങ്ക് യു സർ. നിങ്ങളാണോ ടോപ്പ് സിംഗറിലെ മോഡൽസ്? യെസ് പറയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2 മോഡലുകൾ നിന്ന് ഒരു പഴയ മോഡല് പാട്ട് പുതിയ മോഡലാക്കിയിട്ട് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു. താങ്ക് യു. രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റെപ്സിനൊക്കെ ഒരു എന്താ പറയുന്നത് നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു, നല്ല ചിരിയായിരുന്നു രണ്ടുപേരും. നിങ്ങൾ ആ പ്ലാൻ ചെയ്ത സംഭവമില്ലേ, അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കൗതുകം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ആദ്യം പറഞ്ഞില്ലേ നല്ല മോഡൽ ലുക്ക് ഉണ്ട്. അതെ, ഒരാള് ആലപ്പുഴയുടെ ഗ്രാമത്തിൽ നിന്നാണ്, മറ്റേ ആള് വൈദ്യമണത്തിൽ നിന്നാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം രണ്ടെണ്ണവും മാറി. ഇതേ ആലപ്പുഴയിലെ ഗ്രാമീണത നിറഞ്ഞ പെണ്ണാണ് ഇപ്പൊ ഈ സ്റ്റൈലായിട്ട് ഇവിടെ കൂളിംഗ് ഗ്ലാസും തൊപ്പിയും ലുക്ക് അങ്ങനെ അവരങ്ങ് മാറ്റി. തൊപ്പിയല്ലേ സാധാരണ നമുക്ക് ഈ മുടി കുറവുള്ളവര്, മുടി ഇല്ലാത്തവര് ഈ മുടിയോട് ചേർത്തൊരു ക്യാപ്പ് കിട്ടും. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ മുടി. ഒരു കാണിച്ചു കൊടുത്തേ. ഒറിജിനൽ. അതെ കേട്ടാ, ഒന്ന് ഫുള്ളൊന്ന് തിരിഞ്ഞേ നമുക്ക് രാജവങ്ങളിൽ കാണിച്ചു കൊടുക്കാൻ. സമ്മതിച്ചില്ലേ? ഇനി അടുത്ത തവണ മുടി കൊണ്ടൊരു പെർഫോമൻസ്. മുടിയൊക്കെ വെച്ചിട്ട്. ഓക്കെ, സൂപ്പർ. എന്ന് വെച്ചാൽ മുടിയാട്ടം നടത്തുവോ? എന്റെ ദൈവമേ, മോളെ നീ പക്രുച്ചാട്ടിനെ നോക്കിയ മുടി എങ്ങനെയുണ്ട്? സൂപ്പർ 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 ഇതല്ലേ? ഇപ്പൊ അത് കാരണം ആളെല്ലാവരും എന്നോടും പറയും, നിങ്ങളെ കണ്ടാലും ആരെ കണ്ടാലും മുടിയെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുക. ഈ ഇന്ത്യൻ എന്നുള്ള സിനിമയിൽ നെടുമുടി വേണു അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ മലയാളത്തിലുള്ള നെടുമുടി വേണു അങ്കിള് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും കലക്കി. കാരണം ഈ പാട്ട് നമ്മൾ ഗാനമേളകൾക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഫീമെയിൽ സിംഗേഴ്സ് പറയും, ഈ പാട്ടൊക്കെ എങ്ങനെ പാടും, ഒരു പുതിയ ട്രെൻഡിലുള്ള സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ ആ വോയിസ് ഒക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? ഇത് അങ്കിള് പണ്ട് അന്ന് പാടുമായിരുന്നു ഫീമെയിൽസിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതാണ്. അപ്പൊ അന്ന് ഈ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഗാനമേളക്ക് ഒരു 5-6 പാട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് കുത്തിയിരുന്ന് പഠിക്കും ഈ സാമ്പിൾസ് പഠിക്കാൻ വേണ്ടി. അപ്പൊ റഹ്മാൻ സാറാണ് ഇങ്ങനെയുള്ള കുറെ വോയിസിന്റെ സാമ്പിൾസ് ഒക്കെ. അപ്പൊ അന്ന് ഗാനമേളക്ക് ഇങ്ങനെ വോയിസ് ഒക്കെ മാറ്റി ഇങ്ങനെയൊക്കെ പാടും. അപ്പൊ എന്തായാലും ആ കാലഘട്ടം ഒന്ന് ഓർത്തു പോയി മക്കൾ ഇവിടെ ഈ പാട്ട് പാടിയപ്പോ. എന്തായാലും രണ്ടുപേരും തകർത്ത് പാടി, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കേട്ടാ. കണ്ണിൽ കാഴ്ചയുടെ വർണ്ണ പൊടിപൂരം വിരിയിക്കാൻ ഇതായെത്തുന്നു നമ്മുടെ സ്വന്തം കുട്ടിക്കുറുമ്പുകൾ. വെൽക്കം. വാവ്, എന്തൊരു എനർജി ആയിരുന്നു ഇത്. നിങ്ങൾ രണ്ടുപേരും എവിടുന്നാണ്? തൃശ്ശൂര്. ഈ ടോപ്പ് സിംഗറിന്റെ സ്റ്റേജിൽ ആദ്യമായിട്ടല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞെട്ടിപ്പോയൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരുടെ എനർജി ലെവൽ ഇത്ര പവർ പാക്ഡ്, തുടക്കം തൊട്ട് അവസാനം വരെ ഡാൻസ് ചെയ്തില്ലേ, അതിന് വലിയൊരു കൈയ്യടി തരാതെ. ഇത് പടത്തിൽ ഷൂട്ട് ചെയ്യുമ്പം ഇത്ര പണിയില്ല, കാരണം ബ്രേക്ക് ചെയ്ത് ഓരോ പവർ പാക്ഡ് സ്റ്റെപ്സ് വരുന്ന സമയത്ത് അത് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെള്ളം കുടിച്ച്. പക്ഷെ നിങ്ങൾ ഒറ്റ അടിക്ക് ഫുൾ ഡാൻസ് ചെയ്തത് കണ്ടിട്ട്, അതും ഈ പ്രായത്തിൽ മ്യൂസിക് ഉത്സവം എന്നുള്ളൊരു ആ ഒരു സെഗ്മെന്റിൽ കേരളത്തിലെ അങ്ങോളമുള്ള എല്ലാ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഷോ കേസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾ വന്നതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് സൂപ്പർ. മക്കളെ ഗംഭീരമായി. നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ചാവി കൊടുത്തിട്ട് ചില പാവങ്ങൾ തുള്ളില്ല അല്ലേ, അതുപോലെ അത്രയും സ്പീഡായിരുന്നു. നിങ്ങൾ തൃശ്ശൂർ എവിടെ? തിരുവല്ലാമല. അവസാനം നിങ്ങളൊരു ഇരിപ്പിരുന്നില്ലേ? ആ ഇരിപ്പ് ഞാൻ ഇവിടെ ഇരുന്നാ എന്നെ പെട്ടിയിൽ കൊണ്ടുണ്ടോ? കാരണം അങ്ങനത്തെ ഒരു ഇരിപ്പായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന സ്റ്റെപ്പിൻ്റെ അപ്പുറത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ വളരെ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാജും ഞാനും ഒക്കെ തിരുവല്ലാമലയിൽ പണ്ട് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ആനന്ദന്റെ അക്കരെ നിന്നൊരു മാരൻ. നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്. 1985 നിങ്ങളല്ലേ മാരൻ? അതെ, നായകൻ. അക്കരെ എന്ന മാരൻ. അതെ. അങ്ങനെ ഞങ്ങൾ അവിടെ ആനന്ദൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. തിരുവല്ലാമല നമുക്കറിയാം. എന്തായാലും നിങ്ങൾ നന്നായിരിക്കണോ, കലക്കും കേട്ടാ. ഓക്കെ, രണ്ടുപേരും തകർത്ത് കളഞ്ഞു.
ദീപക് ജി പറഞ്ഞല്ലോ പവർ പാക്ഡ് എന്നൊക്കെ പറയില്ലേ, ഒരിടത്തും എനർജി നഷ്ടപ്പെടാതെ വളരെ രസമായിട്ട് ഒരേ സ്റ്റെപ്പ് ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേര് ചെയ്യുമ്പോൾ അത് കാണാൻ ഭയങ്കര കൗതുകമാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഗംഭീരമായിട്ട് നല്ല പവറുള്ളൊരു പാട്ടല്ലേ, അപ്പോൾ ആ പാട്ടിൻ്റെ ആ ഒരു പവർ കളയാതെ നിങ്ങൾ അതിന് ചൂട് വെക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതിനിടയിൽ ചില നമ്പറുകളൊക്കെ നിങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും റിസ്ക് പിടിച്ചും വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നത് ഒരാളുടെ കയ്യിൽ വെച്ചിട്ടൊരു റൗണ്ട് പോയി, അങ്ങനെ ഒന്ന് രണ്ട് നിങ്ങൾ തിരിച്ച് രണ്ടുപേരും ചെയ്തു. അത് ഉഗ്രനായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം അത് ഇത്ര ടഫായിട്ടുള്ളൊരു സാധനമാണ്. കാരണം കൈ വിട്ടുപോയാൽ തീർന്നു, അത്ര പവറിലാണ് ആ കളി, നിങ്ങളുടെ ആ ഒരു കറക്കം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്ര കാലമായിട്ട് ഈ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ, ചേച്ചി അനിയത്തിയും കൂടെ വീട് മുഴുവൻ ഡാൻസ് ആണോ? മത്സരാണ്. വീട്ടിൽ എങ്ങോട്ട് നോക്കിയാലും ഡാൻസ് ആണോ? കഴിഞ്ഞ നമ്മള് പറഞ്ഞ പോലെ ഒറ്റപ്പാലത്ത് ഒരു യോഗീഷ് സാർ ആള് നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഇപ്പൊ പ്രാക്ടീസ് ഫുള്ള് അവിടെ പോയിട്ടാണ്. അപ്പൊ നല്ല പ്രാക്ടീസ് ആണ് ഇപ്പൊ. വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദിയിൽ പാട്ടുകാർക്ക് മാത്രമല്ല പ്രത്യേക ടാലൻ്റുള്ള ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള പ്രതിഭകൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്റ്റേജ്, ഒരു അവസരം ഈ ഒരു പ്രോഗ്രാമിലൂടെ വരുന്നു എന്ന് പറയുന്നത്, അത് ഇവിടെ വന്നിരുന്ന് കാണുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു വലിയ അഭിമാനമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞായിരുന്നു, വലിയ വലിയ ഹോളിവുഡ് ആർട്ടിസ്റ്റുകൾ ലേഡീസും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഡാൻസ് ചെയ്യുന്നു. അത് എന്തായിരുന്നു ചേട്ടാ, അതേപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഡാൻസ് ഇങ്ങനെ നടക്കാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും വലിയ ഡാൻസ് ചെയ്യണവർ ഡാൻസ് ചെയ്യും. ഞാൻ അവിടെ വന്നിരിക്കും, താളം പിടിച്ച് നിൽക്കും. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി ഒരു രാജകുടുംബാണ്. എന്താ നീ ചിരിച്ചല്ല? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിങ്ങനെ മോള് മാത്രം കേട്ടാൽ മതി. അപ്പൊ അതിങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞാൽ വൈനൊക്കെ കൊണ്ട് ഈ തരും ഡാൻസ് ചെയ്യുന്നവര്. അത് കഴിഞ്ഞൊരു 1 hour അത് കഴിഞ്ഞ് അവർ പോകും. അപ്പോൾ ഓരോരുത്തരും വരും. എനിക്കറിയില്ല മഞ്ജു വാര്യർ വന്നിട്ടുണ്ടോ, അവർ വന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല. കാരണം കുറെ പേര് വന്നു പോയിട്ടുണ്ട് അവിടെ. എങ്ങനെ അപ്പൊ അത് പറഞ്ഞതാണ്. ഇപ്പൊ പറയേണ്ട ഒരു കാര്യമില്ല, അത് ഞാൻ തമാശക്ക് പറഞ്ഞ കാര്യമാണ്. അതിപ്പോ എന്തിനാ പറഞ്ഞ എന്നെ കൊച്ചാക്കാനുള്ള പരിപാടിയാണ്, വേറെ ഒന്നുമില്ല. രാജാവിന്റെ ഫാമിലി രാജകുടുംബം, അതാണ് സിംഹാസനം കേട്ട് ഇരുത്തിയിരിക്കുന്നത്. അടിപൊളിയായിരുന്നു മക്കളെ, രണ്ടുപേരും കലക്കി കേട്ടോ.